പുനർജന്മം എന്ന ചിത്രത്തിൽ വയലാറിൻ്റെ നാരായം എഴുതി വച്ച ഒരു പാട്ട് എൻ്റെ മനസ്സിലെന്നും ഒരു ശില്പം പോലെയുണ്ട്. പ്രത്യേകിച്ച് സന്ദർഭത്തിന് വിശേഷങ്ങളൊന്നുമില്ല. ഒരു കടൽ തീരത്ത് ജയഭാരതിയുടെ മടിയിൽ തല വെച്ച് പ്രേം നസീർ കിടക്കുന്നു, പാടുന്നു, ഒരു സന്ധ്യാസമയം. പക്ഷെ ആ പാട്ട് എങ്ങനെയും തുടങ്ങാവുന്നതാണ്. പക്ഷേ വയലാർ തുടങ്ങിയത് ഭൂമിയിലുള്ള ബിംബങ്ങളെ കൊണ്ടല്ല. നമുക്ക് പലതും പറയാം. സന്ധ്യാസമയമാണ്, കടലാണ്, തൊട്ടപ്പുറത്ത് കടലുണ്ട്, മണലുണ്ട്, സന്ധ്യയുടെ വെളിച്ചം കാമുകിയുടെ കവിളത്തേക്ക് പാളി വീഴുന്നുണ്ട്. ഇതൊന്നിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നല്ല. അദ്ദേഹം തുടങ്ങിയത് സൂര്യകാന്ത കൽപ്പടവിൽ ആര്യപുത്രൻ്റെ പൂമടിയിൽ എൻ്റെ സ്വപ്നങ്ങളെ നീ ഇടത്തിയുറക്കൂ, സ്വയം പ്രഭേ സന്ധ്യേ ഉറക്കൂ ഉറക്കൂ. സ്വയം പ്രഭേ സന്ധ്യയോട് പറയുകയാണ്, സൂര്യകാന്ത കൽപ്പടവിലാണ്, സൂര്യകാന്തം കൊണ്ടുണ്ടാക്കിയ ഒരു സോപാന നടയിൽ, ഒരു കൽപ്പടവിൽ, ആര്യപുത്രൻ്റെ മടിയിലാണ്. കാമുകനെക്കുറിച്ച് അവിടെ പറയാം, പ്രിയപ്പെട്ടവനെ, സ്നേഹിതനെ, രഹസ്യ സ്നേഹിതനെ എന്നൊക്കെ ഇപ്പോൾ ഇപ്പോഴത്തെ കാലമാണ് പറയുന്നത്. ആര്യപുത്രൻ്റെ മടിയിൽ നിന്നാണ്. ആര്യപുത്രൻ രാജകീയമായൊരു സംബോധനയാണ്. എൻ്റെ സ്വപ്നങ്ങളെ നീ കിടത്തി ഉറക്കുമെന്നാണ്, അവളെയല്ല. അതാണ് അലങ്കാരമാലകൾ കാളിദാസന് ശേഷം ഉപയോഗിച്ച ഏറ്റവും വലിയ കവി വയലാറാണ്. നേരിട്ട് കാര്യം പറയില്ല ഒരിക്കലും. അപ്പം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കി അറിയാം, സാധാരണക്കാരന് മനസ്സിലാവുന്ന ഒരു വാക്കിലും അദ്ദേഹം പാട്ടുകൾ തുടങ്ങിയിട്ടില്ല. മരാളികേ മരാളികേ, സീമന്തിനി നിൻ ചൊടികളിലാരുടെ പ്രേമമൃദു സ്മേരത്തിൻ സിന്ദൂരം, സീമന്തിനി നിൻ ചൊടികളിലാരുടെ പ്രേമമൃദു സ്മേരത്തിൻ സിന്ദൂരം, ആരുടെ കൈനഖേന്ദു മരീചികളിൽ കുളിച്ചാകെ തളിർത്തു നിൻ കൗമാരം, സീമന്തിനി. ഇത് സാധാരണക്കാരനായ ഒരാൾക്കറിയാത്ത വാക്കാണ് സീമന്തിനി. പക്ഷേ പാട്ട് സൂപ്പർ ഹിറ്റാണ് ഇപ്പോഴും, ഇനി 100 വർഷം ഉണ്ടാവുകയും ചെയ്യും. പ്രണയത്തെക്കുറിച്ച് പറഞ്ഞത്, പ്രണയത്തെക്കുറിച്ച് ഒരു പെൺകുട്ടിയുടെ കാൽപാദത്തെക്കുറിച്ച് പറഞ്ഞ സങ്കല്പം, ഉപമാ കാളിദാസസ്യ എന്നാണ് പ്രയോഗം. കാളിദാസൻ്റെ ഉപമയായിട്ടുള്ളത്. എന്നാൽ അതിനെ വെട്ടിക്കളയുന്ന ചില പ്രയോഗങ്ങളുണ്ട്. വെൺചിറകൊതുക്കിയ പ്രാവുകൾ പോലുള്ള ചഞ്ചല പദങ്ങളോടെ, വെൺചിറകൊതുക്കിയ പ്രാവുകൾ പോലുള്ള ചഞ്ചല പദങ്ങളോടെ, നീ മന്ദം മന്ദം നടക്കുമ്പോൾ താനേ പാടുമൊരു മൺവിഭജിക ഈ ഭൂമി. വെൺചിറകൊതുക്കിയ പ്രാവുകളെപ്പോലെയുള്ള ചഞ്ചല പദങ്ങളോടെ നീ മന്ദം മന്ദം നടന്നു വരുമ്പോൾ ഒരു മൺവിഭജികയാവുകയാണ് ഭൂമി. മുറുക്കി വെച്ച ഒരു രുദ്രവീണയിൽ ഒരു പ്രാവ് നടന്നാൽ അതിൽ സംഗീതം ഉണ്ടാവും, അതിൽ കാറ്റ് തൊട്ടാൽ സംഗീതം ഉണ്ടാവും. ഇത്രയും സൂക്ഷ്മമായ ബിംബങ്ങൾ അന്തസ്സുള്ള ഭാഷയിൽ, സ്നേഹത്തിൻ്റെ ശ്രുതിയിൽ എഴുതിയ ശേഷം അദ്ദേഹം പറയുകയാണ്,
നിന്നിഴൽ പൊഴിഞ്ഞൊരു ഏകാന്ത വീതിയിലെ നിർമ്മാല തുളസി പോലെ ഈ എൻ്റെ നെടുവീർപ്പുകൾ തൻ കാറ്റും കൊണ്ടൊരു എൻ്റെ ദുഃഖങ്ങളെ ഉറക്കാം. എൻ്റെ നെടുവീർപ്പിൻ്റെ കാറ്റുകൊണ്ട് എൻ്റെ ദുഃഖങ്ങളെ ഉറക്കാമെന്ന് വാഗ്ദാനം കൊടുക്കുന്ന ഒരു പ്രണയത്തിൻ്റെ വിപ്രലംഭത്തിലേക്ക് വയലാർ നമ്മളെ അറിയാതെ കൂട്ടിക്കൊണ്ടുപോവുക. ഒരു മാജിക്കുകാരൻ്റെ കയ്യിലെ മന്ത്രവടി പോലെയായിരുന്നു വയലാറിന് പേന എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസത്തമിഴ് പെണ്ണേ, നിൻ്റെ അരഞ്ഞാണച്ചരടിലെ ഏലസിനുള്ളിൽ ആരെയും അയക്കുന്ന മന്ത്രമുണ്ടോ, അനംഗമന്ത്രമുണ്ടോ? ഒരു കുസൃതിയുടെ ഇപ്പം ശൃംഗാരം 3 തരത്തിലാണെന്നാണ് ധിഷണാശാലികൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഉദാത്ത ശൃംഗാരം, സംഭോഗ ശൃംഗാരം, വിപ്രലംഭ ശൃംഗാരം. ഈ 3ലും അദ്ദേഹം അതിവിദഗ്ധമായി പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഉദാത്ത ശൃംഗാരം എന്ന് പറഞ്ഞാൽ വളരെ സത്യസന്ധവും നീതിപൂർവകവും പ്രണയാതുരവുമായ ശൃംഗാരം. സംഭോഗ ശൃംഗാരം അത് കാമത്തിൻ്റെ ഒരു തലത്തിലേക്ക് കൂടി വളരുന്നതാണ്. അവിടെ തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി നിൻ്റെ തിങ്കളാഴ്ച നോയമ്പിന്ന് മുടക്കും എന്ന് പറയുന്ന കുസൃതിയിലേക്ക് വയലാർ തന്നെ പോകുന്നുണ്ട്. എന്നാൽ വിപ്രലംഭത്തിലും അദ്ദേഹം വിദഗ്ധനായിരുന്നു. പർവ്വത നന്ദിനി നീ താമസിക്കും പച്ചില മാളിക ഞാൻ കണ്ടു. പർവ്വത നന്ദിനി എന്നാണ് അവൾ ഉമയെയാണ് വിളിക്കുന്നത്, ശ്രീപാർവതിയെ. ഒരു നാട്ടിൻപുറത്തെ പെൺകുട്ടിയെ സംബോധന ചെയ്ത് പാടേണ്ട പാട്ടാണ്. പകൽ നീ പശുക്കളെ മേയ്ക്കാനിറങ്ങും പവിഴപ്പാടങ്ങൾ ഞാൻ കണ്ടു. പർവ്വത നന്ദിനി നീ താമസിക്കും പച്ചില മാളിക ഞാൻ കണ്ടു. പകൽ നീ പശുക്കളെ മേയ്ക്കാനിറങ്ങും പവിഴപ്പാടങ്ങൾ ഞാൻ കണ്ടു. ഈ പർവ്വതനന്ദിനി പശുവിനെ പോറ്റുന്നൊരു നാടൻ പെൺകുട്ടിയാണ്. പകൽ നീ പശുക്കളെ മേയ്ക്കാൻ ഇറങ്ങുന്നത് നെൽപ്പാടത്തേക്കല്ല, പവിഴപ്പാടങ്ങൾ ഞാൻ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരിക്കലും തോറ്റു കൊടുക്കാനും വിട്ടുകൊടുക്കാനും വയലാർ രാമവർമ്മ തയ്യാറായിട്ടില്ല. എന്തിനും അതിൻ്റെ ഒരു അന്തസ്സും അതിൻ്റെ കൽപ്പനകൾക്ക് ഇത്തിരി ഒരു കുഞ്ഞ് തൂവൽ കൊണ്ട് അദ്ദേഹം എഴുതില്ല, ദന്തം ആനക്കൊമ്പ് കൊണ്ട് എഴുതുള്ളൂ. അത് അരിഞ്ഞ് വൃത്തിയാക്കി കട്ടുക്ക മഷിയിലിട്ട് മുക്കി എഴുതുള്ളൂ. പകൽ നീ പശുക്കളെ മേയ്ക്കാനിറങ്ങുന്ന പുന്നൽപ്പാടം ഞാൻ കണ്ടു എന്ന് എഴുതിയില്ല. പവിഴപ്പാടം, പവിഴത്തിൻ്റെ ഒരു പാടം നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? ഏറ്റവും വിലപ്പെട്ട നവരത്നങ്ങളിലൊന്നായ പവിഴത്തെ, പവിഴം മുളപ്പിക്കുന്നൊരു പാടത്ത് പർവ്വതനന്ദിനി പശുക്കളെ മേയ്ക്കാനിറങ്ങുന്നൊരു വിഷ്വൽ, ഒരു ദൃശ്യം, ആ സങ്കല്പം, അതാണ് നേരത്തെ പറഞ്ഞ മാതിരി കാളിദാസന് ശേഷം വയലാറിനെ പറ്റിയിട്ടുള്ളൂ. എന്തിനാണീരുംവഴികൾ, എന്തിനാണീ ജയിലുകൾ, എൻ്റെ നാട്ടിൽ എനിക്കു ചുറ്റും എന്തിനേരുംവഴികൾ, എന്തിനേരുംവഴികൾ എന്ന് സ്വന്തം സ്വാതന്ത്ര്യത്തോട് ചോദിച്ച വയലാർ എനിക്ക് പ്രിയപ്പെട്ടവനായത് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കുടുംബത്തിൽ നിന്നാണ് പിറന്നു വീണത്.
അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ ദിനേശ് ബീഡി വലിക്കുന്നവനാണ്. ഒരു ദിനേശ് ബീഡിയും ഒരു കട്ടൻ ചായയും ഉണ്ടെങ്കിൽ എൻ്റെ നാട്ടിലെ കുഞ്ഞിരാമേട്ടൻ, മാധവേട്ടൻ, സഖാവ്, കുട്ടൂലിയമ്മ അവരും ബീഡി വലിക്കും. പാവം വൃദ്ധയാണ്. ചകരി തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന വല്ലാത്ത സ്ഥൈര്യമുള്ള, ധാർഷ്ട്യമുള്ള, അന്ന് മഹിളാ ഫെഡറേഷൻ ആണ്, സ്ത്രീകളെ സംഘടിപ്പിക്കുന്ന ഉദാത്തമായൊരു സംഘടന. അപ്പോൾ എൻ്റെ അമ്മ ഒരുപാട് ജീവിതത്തിൽ ദുരിതമനുഭവിച്ചൊരു സ്ത്രീയാണ്. ഒരു കാര്യവുമില്ലാതെ എന്നാണ് അതിൻ്റെ ഏറ്റവും വലിയ സങ്കടം. കോഴിക്കോട് നഗരത്തിലെ ഇന്ന് കോടിക്കണക്കിന് വില മതിക്കുന്ന ഒരേക്കർ പറമ്പിൽ അന്തസ്സുള്ളൊരു തറവാട്ടിലാണ് എൻ്റെ അമ്മ ജനിച്ചത്. അമ്മയുടെ അച്ഛൻ ജ്യോതിഷം, വൈദ്യം, സംസ്കൃതം, വ്യാകരണം ഇതിലെല്ലാം ധിഷണാശാലിയായ ഒരു മനുഷ്യനായിരുന്നു. അമ്മയെ 5-ാം വയസ്സ് മുതൽ നമ്മുടെ അച്ഛൻ സംഗീതം പഠിപ്പിച്ചു. ഇന്ന് എൻ്റെ അമ്മയ്ക്ക് 80 വയസ്സാണ്. സംഗീത കൽപ്പദ്രുമവും സംഗീത പാരിജാതവും ഇപ്പോഴും അമ്മയ്ക്ക് ഹൃദിസ്ഥമാണ്. മധുമൊഴി രാധേ നിന്നെ തേടി എന്ന സിന്ധു ഭൈരവിൽ നീ ഒരു പാട്ടുണ്ടാക്കും മോനെ എന്നെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച അമ്മ കർണാടക സംഗീതത്തിൽ ഒരു വിദുഷി തന്നെയാണ്. ഞാൻ സംഗീതമൊന്നും പഠിച്ചില്ല. ഞാൻ ഈ പടുപാട്ട് പാടും എന്നല്ലാണ്ട് സംഗീതത്തിൻ്റെ ABCD സ പ സ പ സ എന്നൊരു ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഭക്ഷണിക്കാലത്ത് ലൈറ്റൊന്നുമില്ല ഇന്നത്തെ മാതിരി. അന്ന് സന്ധ്യയ്ക്ക് മുമ്പ് ഒരിക്കൽ ഞാൻ പറഞ്ഞ പോലെ മാവിൻ കൊമ്പത്ത് നിന്ന് കേൾക്കുന്ന പാട്ടിൻ്റെ മധു കൊത്തിയിട്ട് ഞാൻ വീട്ടിൽ അമ്മയുടെ മടി കിടക്കും. രാത്രി ഭക്ഷണം തരാനുണ്ടാവില്ല. ഞാനതെൻ്റെ ഷഡ്ജം എന്ന പുസ്തകത്തിൽ ആദ്യത്തെ കവിതാ സമാഹാരത്തിൽ എഴുതിയിട്ടുണ്ട്. എനിക്ക് അത്താഴമായ അക്ഷരം വിളമ്പിയത് അമ്മ എന്ന്. അത്താഴം തരാനില്ലാത്തതുകൊണ്ട് അക്ഷരം പറഞ്ഞു തരുമായിരുന്നു. അതായിരുന്നു എൻ്റെ ഭക്ഷണം. അപ്പം അമ്മയോട് ചോദിക്കും ഞാൻ, എന്തിനാണീ കൈ, ഞാൻ കേട്ട പാട്ടാണെന്ന് സന്ധ്യയ്ക്ക്, എന്തിനാണീ ജയിലുകൾ എൻ്റെ നാട്ടിൽ എനിക്കു ചുറ്റും, എന്തിനീറും വഴികൾ. അപ്പോഴാണ് ഉള്ളവരും ഇല്ലാത്തവരും ഈ ലോകത്തിലുണ്ട് എന്നെ പഠിപ്പിച്ചു തന്നു. ഉള്ളവർക്ക് ഒരുപാടുണ്ട്, ഇല്ലാത്തവർക്കൊന്നുമില്ല. അത്താഴമായ അക്ഷരം വിളമ്പിത്തന്ന അമ്മ ആണ് എന്നോട് പറഞ്ഞത്, കേട്ടിട്ടുണ്ടോ? സഖാക്കളെ മുന്നോട്ട് 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 മുന്നോട്ട്. സഖാവ് എന്ന് പറഞ്ഞാൽ സങ്കടപ്പെടുന്നവൻ എന്നുള്ള വ്യാഖ്യാനം കൂടിയുണ്ടതിന്. കൂട്ടുകാരനപ്പുറത്ത് സങ്കടപ്പെടുന്നവൻ, അവനോട് മുന്നോട്ട് നടക്കാൻ പറഞ്ഞ ഒരു സ്നേഹം, ഒരു വാത്സല്യം, ഒരു കരുത്ത്, ഒരു വീറ്. എൻ്റെ വഴികളിലെപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് ഇപ്പോഴും ഞാൻ ആരുടെയും ഔദാര്യം പറ്റാറില്ല. എനിക്ക് തോന്നുന്ന വഴി, എൻ്റെ ഹൃദയം ചൂണ്ടിക്കാട്ടുന്ന വഴിയിലൂടെ ഞാൻ സഞ്ചരിച്ചിട്ടുള്ളൂ.
അതുകൊണ്ട് ഞാൻ ചിലപ്പം വലിയ ഉന്നത സ്ഥാനങ്ങളിലൊന്നും എത്തിയിട്ടുണ്ടാവില്ല. എന്നാലും എനിക്ക് രണ്ടാമത്തെ തവണ സംസ്ഥാന അവാർഡ് തരുമ്പോൾ സഖാവ് EK നായനാർ പറഞ്ഞു, പാർട്ടിയുടെ ഒരു അന്തരീക്ഷത്തിൽ നിന്നാണ് വന്നതെന്ന് എന്നോട് ആരോ പറഞ്ഞു. കോഴിക്കോട്ട് ലക്ഷക്കണക്കിന് ആളുകൾ സാക്ഷി നിൽക്കെ എനിക്ക് രണ്ടാമത്തെ അവാർഡ് തരുമ്പോൾ, 6 തവണ സ്റ്റേറ്റ് അവാർഡ് നല്ല പാട്ടെഴുത്തുകാരന് കിട്ടിയിട്ടുണ്ട്. അത് എൻ്റെ പാട്ടിനെക്കുറിച്ചൊന്നും ഇവിടെ സംസാരിക്കുന്നതല്ല, അതൊക്കെ ആരെങ്കിലും പിന്നീട് സംസാരിക്കുന്നെങ്കിലാവട്ടെ. പക്ഷേ ഒരു ചുവന്ന പുഷ്പം എൻ്റെ ഹൃദയത്തോടൊപ്പം ഞാൻ കൊണ്ടു കിടക്കാൻ കാരണം വേദനയും വീര്യവും വിപ്ലവവും എന്താണെന്ന് മനസ്സിലാക്കിയ ഒരു കുട്ടിക്കാലം എനിക്കുണ്ടായിരുന്നു. അന്ന് പാർട്ടിയുടെ യോഗങ്ങളിൽ ഒരു കുഞ്ഞി ട്രൗസറും ഇട്ടിട്ട് ബട്ടണില്ലാത്ത ഷർട്ടുമായി ഞാൻ പാടുമായിരുന്നു. മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, മരിക്കാൻ ഞങ്ങൾക്ക് മടിയില്ല, കരയാൻ ഞങ്ങൾക്ക് മനസ്സില്ല, മുതലാളിത്തമേ നിൻ മുന്നിൽ ഇനി മുട്ടുമടക്കാൻ മനസ്സില്ല. അത് വയലാറിൻ്റെ പാട്ടായിരുന്നു. അപ്പം വിപ്ലവത്തിലും സന്ധ്യയ്ക്കുള്ള ഭക്തിയിലും പ്രഭാതത്തിലുള്ള ധ്യാനത്തിലും ഉച്ചയ്ക്കുള്ള കണ്ണീരിലും സായാഹ്നത്തിലുള്ള കഞ്ഞിയിലും വയലാറിൻ്റെ ഉപ്പുണ്ടായിരുന്നു എനിക്ക്. ഈ ലാവണ്യം, ഈ സ്നേഹം, ഈ ചുവപ്പ്. പിന്നീട് ബാലസംഘത്തിൻ്റെ പ്രവർത്തകനായി ഞാൻ. ഒരു പ്രസ്ഥാനത്തിൻ്റെ പുത്തഞ്ചേരിയിലെ സംഘാടകനായിരുന്നു ഞാൻ. അന്നും എനിക്കറിയാം, പാവപ്പെട്ടവൻ്റെ കൂട്ടായ്മയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പാവപ്പെട്ടവൻ്റെ മാത്രം. വളരെ അപകടം പിടിച്ചൊരു പാട്ടാണ് പുനർജന്മത്തിലെ വയലാറിൻ്റെ കാമിനി കാവ്യമോഹിനി കാളിദാസൻ്റെ മാനസനന്ദിനി നിന്റെ മാലിനി തീരത്തു ഞാൻ തീർക്കും എൻ്റെ സാഹിതി ക്ഷേത്രം. പുനർജന്മത്തിലെ നായിക മലയാള അധ്യാപകനായ കാളിദാസ കൃതികൾ എടുക്കുന്ന നായകനോട് അവർക്ക് പ്രണയം തോന്നിയപ്പോൾ പറയേണ്ടുന്ന സാധാരണ ഭാഷയിൽ എഴുതേണ്ട ഒരു പാട്ടാണ് അത്. അദ്ദേഹം എൻ്റെ സാഹിതി ക്ഷേത്രം തീർക്കുന്നത് കാമിനി കാവ്യമോഹിനി കാളിദാസൻ്റെ മാനസനന്ദിനി നിൻ്റെ മാലിനീ തീരത്ത് ഞാൻ തീർക്കും എൻ്റെ സാഹിതി ക്ഷേത്രം. ഇന്ന് മാലോപമകൾ, അലങ്കാരമാലകൾ കൊണ്ട് ഒരു പല്ലവി ഉണ്ടാക്കിയ അത്ഭുതം ഇന്നും എനിക്ക് തീർന്നിട്ടില്ല, തീരുകയുമില്ല. അതിൻ്റെ ചരണം: സ്വർഗം ഭൂമിയെ തപസ്സിൽ നിന്നുണർത്തും സുവർണ നിമിഷത്തിൽ, സ്വർഗം ഭൂമിയെ തപസ്സിൽ നിന്നുണർത്തും സുവർണ നിമിഷത്തിൽ, പണ്ട് കണ്വാശ്രമത്തിന് നിന്നെ കിട്ടിയതെന്തൊരസുലഭ സൗഭാഗ്യം. ഓ സ്വർഗം ഭൂമിയെ തപസ്സിൽ നിന്ന് ഉണർത്തുകയാണ്. ഭൂമി തപസ്സിലായിരുന്നു.
ആ സുവർണ നിമിഷത്തിൽ കണ്വാശ്രമത്തിന് നിന്നെ കിട്ടിയത് എന്തൊരു അസുലഭ സൗഭാഗ്യം. ഈ പെൺകുട്ടിയോട് ഇത്ര അപകടം പിടിച്ച് പറയേണ്ട ഒരു കാര്യമില്ല. എന്നാലും കൽപ്പനയുടെ ഒരു താജ്മഹൽ, കൽപ്പനയുടെ ഒരു രഥ ഗോപുരം അവൾക്ക് ചാർത്തി കൊടുക്കുകയാണ്. ഒരിക്കലും വയലാർ രാമവർമ്മയ്ക്കൊരു മൂക്കുത്തി പണിയാൻ പറ്റില്ല. അദ്ദേഹം 3 കോടി സ്വർണം കൊണ്ട് അവളുടെ മുഖകാന്തിയിൽ അരച്ച് ചേർത്തിട്ട് അവളെ നനയിച്ച് കളയും, അല്ലെങ്കിൽ പൊന്നുകൊണ്ട് പൊതിഞ്ഞ് കളയും. ഈ കൽപ്പനയിൽ ഇത്രയും ധാരാളിത്തം മലയാള ചലച്ചിത്രത്തിൽ ഗാനരചനയിൽ വയലാർ രാമവർമ്മ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. നിത്യം വൽക്കലം മുറുകും മാറിലെ നിറഞ്ഞ താരുണ്യം, നിത്യം വൽക്കലം മുറുകും മാറിലെ നിറഞ്ഞ താരുണ്യം, എൻ്റെ ഗാന്ധർവമംഗല്യമാല്യം ചാർത്തുന്നതേതു സ്വയംവര ശുഭമുഹൂർത്തം. ഞാൻ എന്നാണ് നിന്നെ കല്യാണം കഴിക്കുന്നതെന്ന് ഒരു വരിയിൽ ചോദിക്കേണ്ട കാര്യം ഒരു ചരണത്തിലാണ് എഴുതിയത്. നിത്യം വൽക്കലം, വൽക്കലമാണ്. ആ പ്രയോഗം തന്നെ കാളിദാസ കൃതിയിൽ ആണ്ട് മുങ്ങി തപ്പി മുത്ത് കണ്ടെടുത്ത ഒരാൾക്കേ പറ്റുള്ളൂ. വൽക്കലം മുറുകും മാറിലെ നിറഞ്ഞ താരുണ്യം, എൻ്റെ ഗാന്ധർവമംഗല്യമാല്യം ചാർത്തുന്ന നിമിഷമേതാണ്. കുട്ടി, ഞാൻ നിന്നെ കല്യാണം കഴിക്കുന്ന എപ്പോഴാണ് എന്നാണ് നമ്മുടെ ഒരു വാചകം കവിതയുടെ കൽഹാര പുഷ്പങ്ങളെ കൊണ്ട് കെട്ടി അദ്ദേഹം കൊണ്ട് നടന്ന് നമ്മുടെ മുമ്പിലേക്ക് ഇട്ടു തരുമ്പോൾ നമസ്കരിക്കാതെ വയ്യ. നമസ്കരിക്കുകയാണ്. വയലാറിൻ്റെ പാട്ട് ഞാൻ കേട്ട മാവിൻ്റെ കൊമ്പത്ത് നിന്ന് നോക്കിയാൽ എനിക്ക് അകലെ പുത്തഞ്ചേരി പുഴ കാണാം. പുഴയ്ക്കക്കരെ മലയാണ്. മലയിൽ ഒരു കുഞ്ഞിരാമൻ നായരുണ്ട്. മഹാകവി പി കുഞ്ഞിരാമൻ നായരല്ല. കുഞ്ഞിരാമൻ നായർ സാധാരണ ജോലിക്കൊക്കെ പോകുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പം സ്വല്പം പൂശിയിട്ടാണ് മല കയറുക. ഭാര്യയും മക്കളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പാട്ട് അവിടെ നിന്ന് തുടങ്ങും. വടക്കൻ പാട്ടിൻ്റെ ഒരു ആചാര്യനാണ് അയാൾ. എന്തിനധികം പറയുന്നർച്ചേ അരിങ്ങോടർ നീട്ടിയ നീട്ടെനിക്ക് എന്ന് ആ മലയിൽ നിന്ന് കുഞ്ഞിരാമൻ നായർ പാടുമ്പോൾ ഈ തേന്മാവിൻ്റെ കൊമ്പത്തെ താഴത്തെ റേഡിയോവിൽ അവസാനത്തെ ചലച്ചിത്രഗാനവും പൂട്ടുമ്പോൾ ഞാൻ കേൾക്കും. പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ. ആ പ്രളയപയോധിയിൽ ഉറങ്ങിയുണരുന്ന പ്രഭാതത്തിൻ്റെ മയൂഖത്തെ കാണാൻ ഞാൻ എൻ്റെ മാവൻ കൊമ്പിൽ നിന്നിറങ്ങി എൻ്റെ വീട്ടിലേക്ക് പാമ്പുകൾ പതിയിരിക്കുന്ന ഇടവഴിയിലൂടെ പതുങ്ങി നടന്നു പോകും. ഈ ആഴ്ചയും അങ്ങനെ യാത്ര. നമുക്ക് പ്രളയപയോധിയിൽ ഉറങ്ങിയുണരുന്ന പ്രഭാതത്തെ കാണാൻ അടുത്ത ആഴ്ച കാത്തിരിക്കാം.